ഇന്ത്യൻ റെയിൽവേയിലേക്ക് കേരളത്തിൽ ഇപ്പോൾ നിരവധി അവസരങ്ങൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക. ഇന്ത്യൻ റെയിൽവേയുടെ RRB JE നോട്ടിഫിക്കേഷനാണ്, അതായത് ജൂനിയർ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. നിരവധി പേര് കാത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക്, വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റാണ്. സോ മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. കാരണം ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ നോട്ടിഫിക്കേഷനിൽ. അത് മാക്സിമം ഷോർട്ടായിട്ട്, പക്ഷേ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ദി റെയിൽവേൻ്റെ അണ്ടറിൽ വരുന്ന റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്ക് ഏറ്റവും പുതിയ അടിപൊളി ഒരു അവസരം തന്നെ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡീറ്റെയിൽഡ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ്, അതിൻ്റെ സീരിയൽ നമ്പർ 03/2024 ആണ്. സോ ആ ഒരു പോസ്റ്റിൻ്റെ അപേക്ഷകൾ, അതായത് 03/2024 നിരവധി പോസ്റ്റുകൾ ഇതിൽ പറയുന്നുണ്ട്. അതിൻ്റെ അപേക്ഷകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. JE ഉൾപ്പെടെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. അതുപോലെ ഇതിന് മുൻപ് വന്ന മറ്റുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ, മറ്റ് സീരിയൽ നമ്പറിലുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിക്രൂട്ട്മെൻറ്റ് ഓഫ് ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ തന്നെ ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടൻറ്റ്, അങ്ങനെ ഒരുപാടധികം പോസ്റ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ എന്തുകൊണ്ടും വളരെ നല്ലൊരു അവസരം തന്നെയാണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് വാരിയസ് പോസ്റ്റ് ഓഫ് ജൂനിയർ എഞ്ചിനീയർ JE ഉണ്ട്, അതുപോലെ തന്നെ ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടൻറ്റ് പോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ ആൻഡ് മെട്രോളജിക്കൽ അസിസ്റ്റന്റ്, അങ്ങനെ നിരവധി പോസ്റ്റുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ള ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപേക്ഷ ഓപ്പൺ ആയിട്ടുള്ളത് 30/7/2024 ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും 29/8/2024 വരെ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷകൾ ഓൺലൈനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇതിന് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്തെങ്കിലും തെറ്റുകൾ അപേക്ഷയിൽ വരുത്തിയിട്ടുണ്ടെന്ന് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം മനസ്സിലാകുകയാണെങ്കിൽ അത് തിരുത്താനായിട്ട് 30/8/2024 മുതൽ ഏകദേശം 8/9/2024 വരെ ഒരു സമയവും കൂടി നൽകുന്നുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വന്നിട്ടുള്ള പോസ്റ്റുകളും അതിൻ്റെ സാലറി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം. കെമിക്കൽ സൂപ്പർവൈസർ, അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് മെട്രോളജിക്കൽ സൂപ്പർവൈസർ റിസർച്ച്. അപ്പോൾ ഈ പോസ്റ്റുകൾക്കെല്ലാം ലെവൽ 7 ആണ് പേ സ്കെയിൽ. 44,900 വരെ ശമ്പളം ലഭിക്കും. 18 to 36 വയസ്സ് വരെ അപേക്ഷിക്കാം. 1/1/2025 എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത്. അതുപോലെ തന്നെ വേക്കൻസി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 17 ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. RRB ഗോർഖപൂർ ഓൺലി എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എനിവേ നമുക്ക് മെയിൻ വേക്കൻസിയിലേക്ക് കടക്കാം. അതായത് ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ തന്നെ ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്പറണ്ടന്റ് ആൻഡ് കെമിക്കൽ ആൻഡ് മെട്രോളജിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ലെവൽ 6 ആണ് പേ സ്കെയിൽ പറയുന്നത്. 35,400 വരെ ശമ്പളം ലഭിക്കും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ അപേക്ഷിക്കാം. അതിന് വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് 7,934 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകെ മൊത്തം 7,951 വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു വേക്കൻസിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ കേരളത്തിലും വേക്കൻസി ഉണ്ട് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡ്സ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അനക്സ്വർ എയിൽ നമുക്ക് മുമ്പോട്ടേക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കണ്ടിരുന്നാൽ മാത്രം മതി. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള, അതായത് അപേക്ഷാ ഫീസ്, ബാക്കിയുള്ള ഏജിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് നോക്കാം. സോ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. നല്ലൊരു അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏജിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏജ് പറഞ്ഞിട്ടുള്ളത് 18 to 36 ആയിരുന്നു ഏജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ജനറൽ കാറ്റഗറി ആകുമ്പോൾ 2/1/1989 1/1/2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് ഡേറ്റിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ടൈമിംഗ് പറയുന്നത്. ഇനി OBCക്ക് ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലുമായിരിക്കും സാധിക്കുക. SC ST ആകുമ്പോൾ ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലുമായിരിക്കും സാധിക്കുക. അതായത് SC STക്ക് 5 OBCക്ക് 3 വർഷത്തെ പ്രായത്തിലിളവ് ലഭിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ അതുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ജനറൽ അതുപോലെ തന്നെ EWSൻ്റെ ഏജ് ലിമിറ്റാണ് ഈ ഫസ്റ്റ് കോളത്തിലും ലാസ്റ്റ് കോളത്തിലും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏജിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിൻ്റെ അപേക്ഷാ ഫീസിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ഫോർ ഓൾ കാൻഡിഡേറ്റ്,
അതിൽ താഴെ പറയുന്ന ഇവരുണ്ടാവില്ല. എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു ഫസ്റ്റിൽ പറയുന്നത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 500 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. 500 ആണ് പറയുന്നത്. അതിൽ 400 രൂപ നിങ്ങൾ ഓൺ അപ്പിയറിംഗ് ഇൻ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് CBT, നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എഴുതുകയാണെങ്കിൽ അതിൽ 400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, ഏത് അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ചിട്ടാണോ നിങ്ങൾ കൊടുക്കുന്നത്, അതായത് ഏത് അക്കൗണ്ടിലേക്കാണ് നിങ്ങളുടെ പൈസ വരണം എന്ന് നിങ്ങൾ കണക്കാക്കുന്നത്, ആ ഒരു അക്കൗണ്ടിലേക്ക് ഇത് തിരിച്ചു വരുന്നതായിരിക്കും, ഈ ഒരു എമൗണ്ട് തിരിച്ചു കയറുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 400 രൂപയെ കയറത്തുള്ളൂ. 100 രൂപയാണ് ശരിക്കും അപേക്ഷാ ഫീസ്. അതായത് എല്ലാവരും അപേക്ഷ ഭയങ്കര വലിയൊരു ആഘോഷമായിട്ട് തന്നെ അപേക്ഷ കൊടുക്കും, പക്ഷേ എക്സാം എഴുതില്ല. അതിന് ഒരു പരിഹാരമായിട്ടാണ് RRB ഈ ഒരു വഴി കണ്ടിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് SC ST അതുപോലെ തന്നെ ഫീമെയിൽ, പിന്നെ നമ്മുടെ എക്സ് സർവീസ്മാൻ, ഇവരൊക്കെ അപേക്ഷിക്കുമ്പോൾ 250 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് പറയുന്നത്. അവർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഫസ്റ്റ് സ്റ്റേജ് എഴുതിയാൽ മതി, പാസ്സായാലും ഇല്ലെങ്കിലും ഈ 250 രൂപ മൊത്തത്തിൽ അവർക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. SC ST ഫീമെയിൽ എക്സ് സർവീസ്മാന് തിരിച്ചു കിട്ടുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈനായിട്ട് ഫീ അടക്കാനുള്ള സൗകര്യവുമുണ്ട് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ യോഗ്യതയും ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 13ാമത്തെ പേജിൽ കാണാൻ സാധിക്കും. CBT 1-ൻ്റെതാണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് 13ാമത്തെ പേജിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ ഉണ്ട്. 1/3 ആയിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് എന്നൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് CBTൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. 120 മാർക്കിനാണ് എക്സാം. അതൊന്ന് വിശദീകരിച്ച് പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് സെക്കൻഡ് CBTൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആദ്യഘട്ടം പാസ്സാവുന്നവർക്ക് ഒരു പ്രിലിമിനറി പോലെ ആദ്യഘട്ടം, പിന്നെ രണ്ടാമത്തെ ഘട്ടം, അത് പാസ്സാവുന്നവർക്ക് രണ്ടാമത്തെ ഘട്ടം ഉണ്ടാവും. ഇനി നമുക്ക് ഇതിന് അപേക്ഷിക്കേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ആദ്യം തന്നെ ടേബിൾ 1 കാണാൻ സാധിക്കും. അതിൽ പറയുന്ന യോഗ്യത എന്ന് പറയുന്നത് 3 ഇയർ ഡിപ്ലോമ പഠിച്ചവർക്ക് ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി അതിൽ പഠിച്ചവർക്ക് അപേക്ഷിക്കാം എന്നാണ് പറയുന്നത്. അതിൽ മെക്കാനിക്കൽ ആൻഡ് അലയൻസ് എഞ്ചിനീയറിംഗ് പറയുന്നുണ്ട്. അതാണ് ഈ ഒന്നാമത്തെ ഇത്രയും പോർഷനിൽ പറയുന്നത്. സോ ഇത്രയും പോർഷനിൽ ഇവിടെ മെക്കാനിക്കൽ എന്ന് പറയുന്ന ഇത്രയും പോർഷൻ, ഈ ഒന്നാമത്തെ കോളത്ത് പറയുന്നത് മെക്കാനിക്കൽ ആൻഡ് അലയൻസ് ആണ്. അപ്പോൾ അതുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ കാണാൻ സാധിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ അവിടെ തൊട്ടിട്ട് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീം ഓഫ് എബോവ് ഡിസിപ്ലിൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ കോംബോ ഓഫ് എനീസ്, അത് ഇതിൻ്റെ ആയിട്ട് കൂടെ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് പറ്റും. അതെങ്ങനെയാണെന്ന് ആദ്യം നമ്മൾ പറഞ്ഞു. 3 ഇയർ ഡിപ്ലോമയും അതുപോലെ തന്നെ ബാച്ചിലേഴ്സ്, അതിൽ ഏതെങ്കിലും ഒന്ന്, ബാച്ചിലർ ഡിഗ്രി എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമയോ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും ഇലക്ട്രോണിക്സ് ഫീൽഡാണ്. ഇവിടെ മൂന്നാമത്തെ കോളത്ത് പറയുന്നത്, ഇവിടെ തൊട്ടിട്ടാണ് മൂന്നാമത്തെ കോളം തുടങ്ങുന്നത്, ഇവിടം തൊട്ട് ഇവിടം വരെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, കൃത്യമായിട്ട് പറയുമെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ മൂന്നാമത്തെ പറയുന്നത്, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കുക. പിന്നെ നാലാമത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മൂന്നാമത്തത് പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ആണ്. നാലാമത്തത് സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓഫ് 3 ഇയർ ഡ്യൂറേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊരു പോസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് BSc ഇൻ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മറ്റുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിഗ്രി ഓർ ഇറ്റ്സ് ഇക്വവാലന്റ് ഇൻ കെമിക്കൽ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതൊക്കെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട്. ടേബിൾ 2, ടേബിൾ 3 എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഡിഗ്രി ഓർ ഇറ്റ്സ് ഇക്വവാലന്റ് ഇൻ മെട്രോളജിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ നോളജും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കാണാൻ സാധിക്കും കെമിക്കൽ ആൻഡ് മെട്രോളജിക്കൽ സൂപ്പർവൈസർ പോസ്റ്റാണ്. ഇവിടെ CMA ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ JE പറയുന്നത്. തുടക്കത്തിൽ ഇതാണ് JE, അതായത് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് ആണ്. എല്ലാവരും കാത്തിരുന്ന അതാണ് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. 15ാമത്തെ പേജിലാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ ഇതിന് അപേക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഇത്രയധികം കാര്യങ്ങൾ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്, അപ്ലൈ ചെയ്യേണ്ട രീതി ഓൺലൈനാണ്, അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരം, അവിടെ നമുക്ക് സോണൽ ഏരിയ ആയിട്ട് നമുക്ക് അവിടെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തുകൊണ്ട് നല്ലൊരു അവസരമാണ് നമ്മുടെ റീജിയണിൽ തന്നെ, അതായത് കേരളത്തിൽ തന്നെ ഒരു ജോലി നേടാൻ, റെയിൽവേയുടെ കീഴിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക്
വളരെ നല്ലൊരു അവസരം തന്നെയാണ്. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക. ദെൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റേജ് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതായത് ആദ്യം പ്രിലിമിനറി പോലെ, പിന്നെ ഒരു മെയിൻ എക്സാം പോലെയാണ് നടക്കുന്നത്. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ ടെസ്റ്റ്, ഇങ്ങനെയാണ് സെലക്ഷൻ വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ തെറ്റുകൾ വരുത്താതെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. തെറ്റുകൾ വരുത്തി അപേക്ഷിക്കുമ്പോൾ അത് കറപ്ഷൻ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഫൈൻ, അതായത് അതിന് കറപ്ഷൻ ഫീസായിട്ട് ഒരു ഫീസ് ഈടാക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ ഒന്ന് ഓർത്തിരുന്നേക്കുക. സോ ഇതൊക്കെ നോട്ടിഫിക്കേഷനിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ജസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. നമ്മളിപ്പോൾ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ ഭാഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ കയറി നിങ്ങൾ RPF-നൊക്കെ അപ്ലൈ ചെയ്തവരായിരിക്കും. നമ്മുടെ വീഡിയോയുടെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നവരെല്ലാവരും RPF-ന് അധിക പേരും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്ത സെയിം മെത്തേഡാണ്, ചെറിയ മാറ്റമേ ഉള്ളൂ. പോസ്റ്റ് മാറുന്നുണ്ടെന്നേ ഉള്ളൂ. അതേ സൈറ്റാണ്, അതേ മെത്തേഡാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഫർദർ അപ്ഡേറ്റ്സിനായിട്ട് ഫോളോ ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും കൂടി ശ്രമിക്കുക.